നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ വാർത്താ നേരം ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് NIA ഏറ്റെടുത്തേക്കും. NIAയുടെ കത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്. പ്രതി ഷാരൂഖ് സൈഫിയുമായി തെളിവെടുപ്പ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റൽ കേസ് ഫുൾ ബെഞ്ച് തന്നെ പരിഗണിക്കും. പുനഃപരിശോധനാ ഹർജി തള്ളി. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് RS ശശികുമാർ. പരാതിക്കാരനെ പേപ്പട്ടിയോട് ഉപമിച്ച് ലോകായുക്ത മാപ്പ് പറയണമെന്ന് VD സതീശൻ. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളിയത് HRDS ഭാരവാഹി അജി കൃഷ്ണൻ നൽകിയ ഹർജി. കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിച്ചതാണെന്ന് കോടതി. സ്വപ്ന സുരേഷിനെതിരായ FIR സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. പഞ്ചാബിൽ സൈനിക ക്യാമ്പിൽ വെടിവെപ്പ്. 4 സൈനികർ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ഒരാൾ പിടിയിലായതായി സൂചന. പാംപ്ലാനിക്ക് പിന്നാലെ BJPയെ പിന്തുണച്ച ഓർത്തഡോക്സ് സഭ മെത്രാപ്പോലിത്ത. ക്രൈസ്തവർക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ BJPയെ പഴിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഗീവർഗീസ് യൂലിയോസ്. വ്യക്തിത്വ വികസനമാണ് RSS ലക്ഷ്യമെന്നും കുന്നംകുളം മെത്രാപ്പോലിത്ത. കണ്ണൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചത് പുളിങ്ങും സ്വദേശി എബിൻ. അരിക്കൊമ്പൻ കേസിൽ പുനഃപരിശോധനാ ഹർജി കോടതിയിൽ. റഷ്യ-യുക്രൈൻ യുദ്ധക്കെടുതിയിൽ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച യുക്രൈൻ. ഭക്ഷണവും മരുന്നും ആവശ്യപ്പെട്ട് മോദിക്ക് സെലൻസ്കിയുടെ കത്ത്.